ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാസ്മിൻസ് വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ടോപ്പ് വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഹൈബ്രിഡ് ബോഗൻവില്ലയുടെ 2 കോംബോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഫസ്റ്റ് കോംബോയിൽ 6 പ്ലാന്റും സെക്കൻഡ് കോംബോയിൽ 5 കളർ പ്ലാന്റുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോംബോ സെലക്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതൊക്കെ നമ്മുടെ കോംബോയിലുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് കോംബോയിൽ ഏതൊക്കെയുള്ളതാണെന്ന് നമ്മൾ പ്രത്യേകം. പിന്നെ നമ്മുടെ പ്ലാന്റ്സുകളെല്ലാം ഇതുപോലത്തെ കൽക്കട്ടയിൽ നിന്ന് വരുന്ന റൂട്ടഡ് സ്റ്റോക്കാണ്. പിന്നെ നമ്മളിത് DTDC വഴി കൊറിയറാണ് അയക്കുന്നത്. നമ്മുടെ പ്ലാന്റ് സൈസുകളെല്ലാം ഇതുപോലത്തെയാണ്. ഇതിനകത്തെല്ലാം റൂട്ട് വന്നതാണ്. നമ്മൾ നടുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം പറയുവാണ്, ഈ കവർ കട്ട് ചെയ്ത് കളയുക, എന്നിട്ട് പോട്ടി മിക്സ് കൊടുത്ത് ഇതുപോലെ നട്ട് വയ്ക്കുക. അല്ലാതെ ഇത് പിഴുതെടുത്ത് നടരുത്. അത് പ്രത്യേകം നമ്മൾ മെൻഷൻ ചെയ്യുവാണ്. നമുക്ക് ആദ്യം നമ്മുടെ ഫസ്റ്റ് കോംബോ പോകാം. ഇത് ചിത്ര ഗോൾഡ് മൾട്ടി ഗ്രാഫ്റ്റഡ് പോലത്തെ ഒരു 4-5 കളറ് വരുന്ന ഒരു പ്ലാന്റാണ് ചിത്ര ഗോൾഡ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്ലാന്റ് സൈസാണിത്. ഇതെന്ന് പറഞ്ഞാൽ ഈ ഒറ്റ സ്റ്റെമ്മിലാണ് നമുക്കിങ്ങനെ വരുന്നത്. ഇതിൽ ഒരുപാട് ബ്രാഞ്ചസുകളുണ്ട്. നമ്മൾ വളങ്ങളൊക്കെ വെച്ച് നട്ട് കഴിയുമ്പോഴായിരിക്കും റൂട്ട് കണ്ടോ, കുറച്ചും കൂടെ ചെടി പെട്ടെന്ന് ഹെൽത്തി ആവുന്നത്. ഈ സീസണിൽ തന്നെ ഈ ചെടികൾ ഫ്ലവറും ചെയ്യും. അപ്പം ഫസ്റ്റ് കോംബോയിലെ ആദ്യത്തെ പ്ലാന്റ് ഇതാണ്. ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. നമ്മൾ വ്യക്തമായി കണ്ടിട്ട് മാത്രം ഓർഡർ ചെയ്യുക. ഇതിൽ മൾട്ടി കളറാണ് നമ്മുടെ ചിത്ര ഗോൾഡിൽ വിരിയുന്നത്. ഫസ്റ്റ് കാണിച്ചതാണ് പിക്ക്. രണ്ടാമത് നമുക്ക് റോയൽ ഡോൾഫിൻ എന്ന് പറയും. ഈ ഇലകൾ ഇതുപോലെ വന്നിട്ട് വെരിഗേറ്റഡ് ലീഫിൽ നല്ല ഇതുപോലത്തെ ഫ്ലവറാണ്. പൂക്കളില്ലെങ്കിലും ലീഫ് തന്നെ ഏറ്റവും വലിയ ഭംഗിയാണ് റോയൽ ഡോൾഫിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ കാണിച്ചല്ലോ. അപ്പം ഇതാണ് നമ്മുടെ ഇതിൻ്റെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത്. ഇതും ഇതുപോലെ എല്ലാം നമുക്ക് കൽക്കട്ടയിൽ നിന്ന് വരുന്ന റൂട്ടഡ് സ്റ്റോക്കുള്ള പ്ലാന്റുകളാണ്. പ്ലാന്റ് സൈസ് ഇതാണ്. ഇതിൻ്റെ ഫ്ലവറിംഗ് പീക്ക് കണ്ട് ഇതാണ്. അപ്പം രണ്ടാമത്തെ പ്ലാന്റ് ഇതാണ്. നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് മിസ് വേൾഡ് ആണ്. ഇതൊക്കെ റെയർ വെറൈറ്റി ആണ്. നമ്മൾ അഫോർഡബിൾ ഒരു പ്രൈസിലാണ് കോംബോയിൽ ഇട്ടിരിക്കുന്നത്. ഇതാണ് മിസ് വേൾഡിൻ്റെ പ്ലാന്റ് സൈസ്. അതിൻ്റെ പീക്കാണ് കണ്ടോ. ഇതിനകത്ത് റൂട്ട് നമുക്ക് നന്നായിട്ട് ഈ കവറിൻ്റെ സൈഡിൽ കൂടെ അറിയാൻ പറ്റും. ഇതുപോലത്തെ ബ്രാഞ്ചസ് ഉള്ളതാണ്. ഇതെല്ലാം വളം കൊടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് നമുക്ക് ചെടിയുടെ മാറ്റം അറിയാം. അപ്പം മൂന്നാമത്തെ നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് മിസ് വേൾഡ് ആണ് കേട്ടോ. നാലാമത്തെ നമ്മുടെ തായ് റാണിയാണ് കേട്ടോ. ഇത് ബട്ടർ കപ്പിനെ പോലെ കടുത്ത ഫ്ലവറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്ന തായ് റാണിയുടെ. ഇത് പല പ്ലാന്റിനും പല വലുപ്പമാണ്. ഇതുപോലെ നല്ല സ്റ്റെമ്മിലാണ് വരുന്നത്. അപ്പോൾ എല്ലാം റൂട്ടഡ് പ്ലാന്റുകളാണ്. അപ്പം ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഞാനിവിടെ കാണിക്കാം. ഇതാണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ തായ് റാണിയുടെ പ്ലാന്റ് സൈസുകൾ ഇതാണ്. ഇതിലെല്ലാം സ്റ്റെമ്മിൽ ബ്രാഞ്ചസ് നോക്കിയാൽ മതി. ഇത് മണ്ണിൽ നട്ടാലേ, ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ഹെൽത്തി ആയിട്ട് വളർന്നു വരത്തുള്ളൂ. പ്ലാന്റ് സൈസുകൾ ഇതാണ്. അഞ്ചാമത്തത് നമ്മുടെ പൂനെ വൈറ്റ് അല്ലെങ്കിൽ സ്നോ വൈറ്റ്, ഗ്ലാബ്ര വൈറ്റ് എന്ന് പറയും. വലിയ ഫ്ലവറാണ്. ഫ്ലവർ പെട്ടെന്ന് പൊഴിയത്തില്ല കേട്ടോ. തിക്കായിട്ട് ഫ്ലവറുകൾ ഉണ്ടാവും. ഒരു 2 ഫ്ലവർ മതി ചെടിയിൽ. അപ്പം ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മുടെ അഞ്ചാമത്തെ ഈ ഫസ്റ്റ് കോംബോയിലുള്ളത്. ഇതേ പ്ലാന്റ് ഞാൻ നട്ടിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള മാറ്റം ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത്. കണ്ടോ, നമ്മളിത് ചട്ടിയിലോട്ട് നട്ട് കഴിയുമ്പം ആ ചെവിട്ടിൽ നല്ല കട്ടിയുള്ള സ്റ്റെമ്മാണ്. ഇതുപോലെ ഫ്ലവർ ചെയ്ത് വരും. നമ്മുടെ ആറാമത്തെ പ്ലാന്റ് മാജിക് ക്യൂനാണ്. ഒരു റെഡിനകത്ത് ഒരു പറയാൻ പറ്റാത്ത വേറൊരു കളർ, ഇങ്ങനെ ഡബിൾ ഷെയ്ഡിലാണ് നമുക്ക് വരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. അപ്പം ഇതും കൂടെ ചേർത്താണ് 6 കളറ് കോംബോ നമുക്ക് വരുന്നത്. ഈ കോംബോയുടെ പ്രൈസ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. നമ്മുടെ ഫസ്റ്റ് കോംബോയുടെ കളർ ഇതാണ്. അപ്പം ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് വേണം നമുക്ക് ആവശ്യമുള്ളവർ വരാൻ. 1000 പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ ആവും. അടുത്തത് നമ്മൾ സെക്കൻഡ് കോംബോ ആണ്. സെക്കൻഡ് കോംബോയിൽ നമ്മൾ 5 പ്ലാന്റാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നമ്മുടെ തിമ യെല്ലോ ആണ്. ഇത് ഈ വർഷം ഇറങ്ങിയ ന്യൂ വെറൈറ്റി ആണ്. തിമ യെല്ലോ കോംബോയിൽ നമ്മൾ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. ഫ്ലവർ കണ്ടല്ലോ, തിമ യെല്ലോയുടെ പ്ലാന്റുകളാണ്. എല്ലാം PP കവറിൽ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് കോംബോയിലെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് തിമ യെല്ലോ ആണ്. അടുത്തത് തന്നെ നമുക്ക് തിമയുടെ മൾട്ടി കളർ വിരിയുന്ന വൈറ്റ്, പിങ്ക്, മജന്ത, ഈ 3 കളറാണ് ഒരു ചെടിയിൽ വിരിയുന്നത്. അതിൻ്റെ പ്ലാന്റ് സൈസാണ്. ഇതെല്ലാം നമുക്ക് മൾട്ടി കളറായിട്ട് വിരിയുന്നതാണ് ഒരു ചെടിയിൽ. അപ്പം ഇതും നമ്മൾ ഈ കോംബോയിൽ രണ്ടാമത്തെ പ്ലാന്റ് നമ്മുടെ തിമ ആണ്, മൾട്ടി കളർ. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത്.
ഇത് നമ്മൾ കണ്ടോ, ഞാനിപ്പോൾ ഒരു പ്ലാന്റ് എടുത്ത് മാറ്റി നട്ടതാണ്. നമ്മൾ ഇത് മാറ്റി നട്ടതിന് ശേഷമുള്ള അപ്ഡേഷനാണ്. പെട്ടെന്ന് ചെടി വളർന്നു വരും. ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടിയും മാത്രം ഇട്ടാണ് ഞാനിത് മാറ്റി നട്ടത്. ഇനി നമുക്ക് മൂന്നാമത്തെ നമ്മൾക്ക് വെരിഗേറ്റഡ് ചിത്രയാണ്. ഇതെല്ലാം റെയർ പ്ലാന്റുകളാണ് 2 കോമ്പോയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് വെരിഗേറ്റഡ് ചിത്രയുടെ പ്ലാന്റ്. ഇതിൻ്റെ ഇലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ ചുമന്ന കളറാണ് വരുന്നത്. നല്ല ഇത് കിളിച്ച് വരുമ്പോഴാണ് ഈ ലീഫിൻ്റെയൊക്കെ ഭംഗി അറിയുന്നത്. പിന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിൻ്റെ സ്റ്റെമ്മ് കണ്ടോ, നല്ല മുട്ടം സ്റ്റെമ്മിൽ 2-3 ചെറിയ ബ്രാഞ്ചസ് ആണ് ഓരോ നോഡിൽ നിന്നും വന്നിട്ടുള്ളത്. അപ്പം ഇത് ഞാൻ പ്രത്യേകം പറയുക വീണ്ടും, ഇതൊക്കെ നമ്മൾ വളങ്ങൾ കൊടുത്താലേ നമുക്ക് കിളിക്കത്തുള്ളൂ. ഈ വരുന്ന ഈ ചെറിയ കവറിലിരുന്നാൽ നമുക്ക് വളമൊന്നും കൊടുക്കാൻ പറ്റില്ല. കണ്ടോ, ഇതിൻ്റെ റൂട്ടൊക്കെ നല്ല വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ്. ഇതാണ് വെരിഗേറ്റഡ് ചിത്ര, മൂന്നാമത്തെ പ്ലാന്റ് ആണ്, രണ്ടാമത്തെ കോമ്പോയിൽ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമ്മൾ DTDC വഴിയാണ് ചെടികൾ അയക്കുക. അടുത്ത നമുക്ക് 4ാമത്തെ പ്ലാന്റ് പാർത്തോ എന്ന് പറയുന്നതാണ്. ഇതിനകത്ത് കളർ വേരിയേഷൻ ഉണ്ട്. നമ്മുടെ ഒരു അഡർണയുടെ ഒരു വേരിയേഷനാണ് ഈ ഫ്ലവറിൽ വരുന്നത്. അപ്പം നമ്മുടെ തായ് വെറൈറ്റി പാർത്തോ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. പിന്നെ നമ്മൾ ചെടികളുടെ ഓർഡറൊക്കെ എടുക്കുകയാണ്. ഓർഡർ എടുത്തതിന് ശേഷം നമ്മൾ ഇതെല്ലാം നെക്സ്റ്റ് വീക്ക് തൊട്ടായിരിക്കും അയക്കുന്നത്. ഇതാണ് നമ്മുടെ പാർത്തോയുടെ പ്ലാന്റ് സൈസ്. പിന്നെ നമുക്ക് കോളുകളില്ല, വാട്സപ്പ് മെസ്സേജ് വഴി മാത്രമാണ് ചെടികൾ അയക്കുന്നത്. ഇപ്പം നൊയമ്പായതുകൊണ്ട് ഒത്തിരി മെസ്സേജുണ്ട്. മെസ്സേജിന് റിപ്ലൈ കിട്ടാൻ ഇച്ചിരി ലേറ്റ് ആവും. നിങ്ങൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മുടെ സെക്കൻഡ് കോമ്പോയിലെ 5ാമത്തെ പ്ലാന്റ് തായ് ഡിലേറ്റ് ആണ്. ഇതുപോലെ നമുക്ക് ഹാങ്ങിങ് ആയിട്ടും ഗ്രൗണ്ടിലും ഒക്കെ സെറ്റ് ചെയ്യുന്ന പ്ലാന്റ് ആണ്. ഇതിനകത്ത് ഒരുപാട് ഹാങ്ങിങ് വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ പ്ലാന്റ് സൈസ് ആണ്ട് ഇതാണ്. അപ്പം ഇത് നമുക്ക് ഇങ്ങനെ സെക്കൻഡ് കോംബോ 5 പ്ലാന്റ് ആണ്. നിങ്ങൾക്ക് ഈ സെക്കൻഡ് കോംബോയുടെ കളറുകൾ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കോംബോയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 830 രൂപയാണ് റേറ്റ് എന്ന് പറയുന്നത്. എക്സ്ട്രാ കൊറിയർ ചാർജും ആവും. അപ്പം ഇതിൽ ഏത് കോംബോ വേണ്ടതെന്ന് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് നമ്മുടെ വാട്സപ്പിൽ വന്നാൽ മതി. പിന്നെ ഇതിൽ എക്സ്ട്രാ നിങ്ങൾക്ക് വേണ്ട പ്ലാന്റുകൾ നിങ്ങൾക്ക് കോംബോ കൂടാതെയും വാങ്ങാവുന്നതാണ്. നമുക്കിത് കൂടാതെ സൂഫിയ, ഇന്ത്യാന, ഇതൊക്കെ മൾട്ടി കളറാണ്. ഗോൾഡൻ സൺഷൈൻ, റൂബി റെഡ്, ഫ്ലെയിം റെഡ്, ഫയറോപ്പാൽ, ഇതൊക്കെ ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതൊക്കെ നമുക്കുണ്ട്. ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക.